അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി, സ്ത്രീത്വത്തിൻ്റെ ചക്രവാളം, അറിവിൻ്റെ നിറകുടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൂടെ ഒരു സഞ്ചാരം. എന്താണ് സീറത്തെ ആയിഷയുടെ പ്രാധാന്യം? ആയിഷ ബീവിയുടെ ചരിത്രം എന്തിനു പറയണമെന്ന് ചോദിക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ മുസ്ലിം സഹോദരിമാരുടെ ഇന്നത്തെ പതനം, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, കല്യാണവേളകളിലും മറ്റുമൊക്കെയുള്ള അനാവശ്യ ചെലവുകൾ, ധൂർത്തുകൾ, ആർഭാടങ്ങൾ, ഇതിനൊക്കെ കാരണം മുസ്ലിം സ്ത്രീകളിൽ, സഹോദരിമാരിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടതുകൊണ്ടും അവർക്കൊരു ഉത്തമ മാതൃകയെ കണ്ടെത്താത്തതുകൊണ്ടുമാണ്. മാതൃകയുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടും കൂടിയാണ് ഈ അധപ്പതനമുണ്ടാകുന്നത്. പ്രവാചകന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 9 വർഷത്തെ സഹവാസം കാരണമായി ഉത്തമ നൂറ്റാണ്ടിലെ മഹിളാരത്നങ്ങളിൽ 40 വർഷം കത്തിജ്വലിച്ച് മാർഗദർശനം നൽകിപ്പോന്ന ആ മഹദിയുടെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതൃകാ ജീവിതം ഇന്ന് നമ്മുടെ സ്ത്രീവർഗത്തിൻ്റെ മുമ്പാകെ, സഹോദരിമാരുടെ മുമ്പാകെ സമർപ്പിക്കുക. ഒരു ജീവിതത്തിൻ്റെ എല്ലാ ഭാവഭേദങ്ങളും, പരിവർത്തനങ്ങളും, വിഷമസന്ധികളും, വിവാഹം, മധുവിധു, ഭർത്തൃഗൃഹം, ഭർത്താവ്, സന്താനരാഹിത്യം, വൈധവ്യം, ഗൃഹഭരണം, സ്ത്രീ സഹജമായ അസൂയ മുതലായ എല്ലാറ്റിലും അനുകരണീയമായ മാതൃക ആയിഷ റളിയല്ലാഹു അൻഹയിൽ കാണാവുന്നതാണ്. കാരണം അവിടുന്ന് പരിശുദ്ധ നബിയുടെ പ്രിയപ്പെട്ട പത്നിയായിരുന്നു റളിയല്ലാഹു അൻഹ. മാത്രമല്ല, വൈജ്ഞാനികവും കർമ്മപരവും ധാർമ്മികവുമായ എല്ലാ ഗുണങ്ങളും കൊണ്ട് അലങ്കൃതമാണ് ജീവിതം. അതുകൊണ്ട് സീറത്തെ ആയിഷയുടെ ചരിത്രം നമുക്കൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ ഒരു യഥാർത്ഥ മുസ്ലിം വനിതയുടെ യഥാർത്ഥ രൂപം അവർക്കതിൽ ദർശിക്കാനാവും. അതുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ് എന്ന അപരനാമത്താൽ സംബോധനം ചെയ്യപ്പെടുന്ന ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സ്ഥാനപ്പേര് സിദ്ദീഖ എന്നാണ്. ഉമ്മു അബ്ദില്ല എന്ന ഓമനപ്പേരിലും അവരെ വിളിക്കാറുണ്ടായിരുന്നു. ഹുമൈറ എന്ന വേറൊരു സ്ഥാനപ്പേര് കൂടി അവർക്കുണ്ടായിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സ്നേഹം കൊണ്ട് ഹുമൈറ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചതായിട്ട് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു അബ്ദില്ല എന്ന പേര് ലഭിക്കാൻ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആയിഷയുടെ സഹോദരി അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ പുത്രനാണ് അബ്ദുള്ള. പിതാവിനോട് ചേർത്ത് അബ്ദുല്ലാഹിബിൻ സുബൈർ എന്ന പേരിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. മക്കളുടെ പേര് ചേർത്ത് കുനിയ, പിതാവിനെയോ മാതാവിനെയോ വിളിക്കുന്ന സമ്പ്രദായം അറബികൾ അന്തസ്സിന്റെ ചിഹ്നമായി കരുതിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കാവട്ടെ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആയിഷ ബീവിക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിനാൽ പ്രത്യേകമായ കുഞ്ഞത്തും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. മക്കളില്ലാത്ത സങ്കടം ഉണർത്തിച്ചു. റസൂലേ, നമുക്ക് മക്കളില്ലല്ലോ. മറ്റുള്ള പത്നിമാർക്കെല്ലാം തങ്ങളുടെ പൂർവ്വ സന്താനങ്ങളോട് ചേർത്ത കുഞ്ഞ നാമമുണ്ട്. അപ്പൊ എനിക്കൊരാരുടെ പേര് ചേർത്താണ് എനിക്കൊരു കുഞ്ഞ എന്ന് പറഞ്ഞ മക്കളുടെ പേര് ചേർത്തിട്ട് വിളിക്കുന്ന സമ്പ്രദായത്തിനാണ് കുഞ്ഞ എന്ന് പറയാം. നിന്റെ സഹോദരി പുത്രന്റെ പേരോട് ചേർത്ത് വിളിച്ചു കൊള്ളുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ന് മുതലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മു അബ്ദില്ല എന്ന പേര് കൂടി ലഭിച്ചത്. ആയിഷ ബീവിയുടെ പിതാവിന്റെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. സാക്ഷാൽ നാമം അബ്ദുള്ള എന്നാണ്. അബൂബക്കർ എന്നത് കുഞ്ഞ ഓമനപ്പേരാണ്. സിദ്ദീഖ് എന്നത് സ്ഥാനപ്പേരാണ്. ഉമ്മു റുമാനാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവ്. പിതാവിൻ്റെ പിതാമഹന്മാരിൽ
തൈമു ബിനു മുറയിലൂടെയും മാതാവിൻ്റെ പിതാമഹന്മാരിൽ മാലിക് ബിനു കിനാനയിലൂടെയും അവരുടെ ഗോത്ര പരമ്പര ഖുറൈശ് വംശത്തിൽ ചെന്നെത്തുന്നു. റസൂൽ തിരുമേനിയുടെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഗോത്ര പരമ്പര പിതാവ് വഴി 7-8 തലമുറകളിലും മാതാവ് വഴി 11-12 തലമുറകളിലും എത്തിച്ചേരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ആദ്യമായി വിശ്വസിച്ച പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ആദ്യത്തെ ഖലീഫ അവരാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. ഹിജ്റാബ്ദം 13 അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ആയിഷ ബീവിയുടെ ഉമ്മ റുമാൻ ഹിജ്റ 5-ലോ 6-ലോ വഫാത്തായി എന്നാണ് ഭൂരിപക്ഷം ചരിത്രകാരന്മാരും എഴുതി കാണുന്നത്. പക്ഷെ അത് ശരിയല്ലെന്ന് പറയുന്നവരുമുണ്ട്. കാരണം ഉസ്മാന്റെ ഭരണകാലത്താണ് അവരുടെ നിര്യാണമെന്ന് സ്വീകാര്യമായ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഹിജ്റ 6-ാം വർഷത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുണ്ടായ അപവാദത്തെ സംബന്ധിച്ചു വന്ന ഹദീസുകളിലും ഹിജ്റ 9-ാം വർഷത്തിൽ നടന്ന തഖയീൻ സംബന്ധമായി വന്ന ഹദീസുകളിലും ഉമ്മുറുമാന്റെ പേര് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉമ്മുറുമാൻ അതുവരെയൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മൃതിയടഞ്ഞവരോടൊപ്പം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ താരിഖുസ് സഗീർ എന്ന ചരിത്രഗതിയിൽ ഉമ്മുറുമാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആയിഷയുടെ മാതാവായ ഉമ്മുറുമാന്റെ ആദ്യ വിവാഹം അബ്ദുള്ള അസ്ദി എന്ന ആളുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷമാണ് അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നത്. അവരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 2 സന്താനങ്ങൾ ജനിച്ചു, അബ്ദുറഹ്മാനും ആയിഷയും. ആയിഷയുടെ ജനനത്തീയതി ജനിച്ചുവെന്ന് അംഗീകരിച്ചാൽ നുബുവത്തിന്റെ 10-ാം വർഷത്തിൽ അവരുടെ വയസ്സ് 6 അല്ല 7 ആയിരിക്കും. ഹിജ്റ 3 വർഷം മുമ്പ് 6-ാം വയസ്സിലാണ് അവരുടെ വിവാഹം നടന്നത്. ഹിജ്റ 1-ാം വർഷം ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് 3 വർഷം മുമ്പ് ആയിഷ ബീവിയുടെ വിവാഹം നടന്നു. ഹിജ്റ 1-ാം വർഷമാണ് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ 1-ാം വർഷം ശവ്വാലിൽ അവരുടെ വീട് കൂടലും നടന്നു. സർവാംഗീകൃതമായ ചരിത്ര വസ്തുതകളാണിവ. ഇബ്നു സഅദിന്റെ അഭിപ്രായം, ഈ അസാധാരണ വ്യക്തികൾ ബാല്യകാലത്ത് തന്നെ തങ്ങളുടെ ചലനങ്ങളിലും ചര്യകളിലും ചില പ്രത്യേകതകൾ പ്രകടമാക്കും. അവരുടെ ഓരോ പ്രവൃത്തിയിലും അപൂർവമായ ആകർഷകത്വം കാണാം. ഭാവിയിൽ അവരിൽ നിന്നു ലോകത്തിന് ലഭിക്കാനിരിക്കുന്ന പ്രകാശത്തിന്റെ സൂചനകൾ അവരുടെ മുഖത്ത് ദൃശ്യമാവും. അവർ ലോകത്ത് ചരിത്രം സൃഷ്ടിക്കാൻ വരുന്നവരാണെങ്കിൽ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യവും. ബാല്യകാലത്ത് തന്നെ സൗഭാഗ്യത്തിന്റെയും ഔന്നിത്യത്തിന്റെയും ലക്ഷണങ്ങൾ അവരിൽ പ്രകടമായിരുന്നു. കളിവിനോദങ്ങളുടെ കാലമായിരുന്നല്ലോ ചെറുപ്പം, ബാല്യം. ആ പ്രായത്തിൽ താല്പര്യം തന്നെ അതാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടിക്കാലത്ത് കളിവിനോദങ്ങളിൽ അതീവ തൽപരരായിരുന്നു. ആ ദേശത്തെ പെൺകുട്ടികൾ അവരുടെ കൂടെ ഒരുമിച്ചുകൂടി പലവിധ വിനോദങ്ങളിൽ ഏർപ്പെടും. പക്ഷേ കുട്ടിയായിരുന്നെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്ന വേളകളിൽ പോലും നബി തിരുമേനിയുടെ സാന്നിധ്യത്തിന് നേരെ ബഹുമാനവും അച്ചടക്കവും പുലർത്താൻ അവർ മറന്നിരുന്നില്ല. ചില സമയങ്ങളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കളിക്കുകയാവും. ചുറ്റും കൂട്ടുകാരികൾ ബഹളം കൂട്ടും. യാദൃശ്ചികമായിട്ടായിരിക്കും നബി തിരുമേനി അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് കളിപ്പാവകളെ മറച്ചു പിടിക്കും. കൂട്ടുകാരികളെല്ലാം നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങും ഇങ്ങുമോ നബിയെ കണ്ട് ഒന്നിച്ച് കളിക്കായിരിക്കും ആയിഷ ബീവിയും കൂട്ടുകാരികളൊക്കെ. അപ്പൊ നബിനെ കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരികളൊക്കെ ഓടി മറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ കുട്ടികളോട് അതീവ വാത്സല്യമായിരുന്നു. അവരുടെ വിനോദങ്ങളിൽ നബി തിരുമേനി യാതൊരു അനിഷ്ടവും അനുഭവപ്പെട്ടിരുന്നില്ല. അതിനാൽ ഓടി മറഞ്ഞ ആയിഷ ബീവിയുടെ കൂട്ടുകാരികളൊക്കെ നബി കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവരൊന്നിച്ച് വിളിച്ചിരുത്തി ആയിഷയോടൊപ്പം വീണ്ടും കളിക്കാൻ പറയും.
പാവക്കുട്ടികളെ കൊണ്ടുള്ള കളിയും ഊഞ്ഞാലാട്ടവുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്ന വിനോദങ്ങൾ. ഊഞ്ഞാലാട്, പാവക്കുട്ടികളെ കൊണ്ട് കളിക്കുക, ഇതൊക്കെയായിരുന്നു ആയിഷ ബീവിക്ക് ചെറുപ്പത്തിൽ ഏറെ താല്പര്യം ഉണ്ടായിരുന്ന വിനോദങ്ങൾ. ആയിഷയുടെ ചെറുപ്പം നമ്മൾ പറഞ്ഞിട്ട ബാല്യകാലം. ഒരിക്കൽ ആയിഷ പാവകളെ കൊണ്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കടന്നു വന്നു. പാവകളുടെ കൂട്ടത്തിൽ ഇരുപാർശ്വങ്ങളിലും ചിറകുള്ള ഒരു കുതിരയുമുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ ഇതെന്താണ്? അപ്പൊ ആയിഷ ബി പറഞ്ഞത് കുതിരയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി ചോദിച്ചു, ആയിഷ കുതിരക്ക് ചിറകുണ്ടാവുമോ? ഇത് ചിറകുണ്ടല്ലോ ഈ കുതിരക്ക്. അപ്പൊ ആയിഷ ബി പറഞ്ഞു, എന്തുകൊണ്ടുണ്ടാവില്ല, സുലൈമാൻ നബിയുടെ കുതിരക്ക് ചിറകുകൾ ഉണ്ടായിരുന്നില്ലേ എന്ന്. അപ്പൊ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ഈ സംഭവത്തിൽ നിന്ന് ആയിഷയുടെ സാമർഥ്യവും പെട്ടെന്ന് മറുപടി പറയാനുള്ള കഴിവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്മാർട്ട്നെസ്സും മതപുരാണങ്ങളെ സംബന്ധിച്ചുള്ള അറിവും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. 7 വയസ്സ് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ആർക്കും ഓർമ്മിക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി സൂക്ഷ്മമായ വിവരണം നൽകുക അസാധ്യമാണ്. എന്നാൽ ആയിഷയുടെ സ്ഥിതി അതായിരുന്നില്ല. ബാല്യകാലത്തെ ഓരോ സംഭവവും അവർ ശരിക്കും ഓർമ്മിച്ചിരുന്നു. വളരെ വലിയ മെമ്മറി പവറായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അവയുടെ ഉദ്ധരിക്കാനും അവയിൽ നിന്ന് നിയമങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കാനും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ബാല്യകാലത്തെ ഓരോ നിസ്സാര സംഭവങ്ങളുടെയും ഗുണപാഠങ്ങൾ വിവരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. കുട്ടിക്കാലത്ത് വിനോദങ്ങളിൽ ഏർപ്പെടുന്ന വേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഖുർആൻ വചനങ്ങൾ പോലും അവർക്ക് മനഃപ്പാഠമായിരുന്നു. ഇത്രയും മെമ്മറി പവർ, ഇത്രയും ഗ്രാസ്പിംഗ് പവർ, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തി ആയിഷ ബീവിക്കുണ്ടായിരുന്നു. ഹിജ്റയുടെ സമയത്ത് അവർക്ക് കേവലം 8 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എത്രമായിരുന്നെന്നോ. ഹിജ്റ സംബന്ധമായ മുഴുവൻ സംഭവങ്ങളും, അതിലെ നിസ്സാര വിവരങ്ങളടക്കം വിശദമായി ഓർമ്മിച്ചു വെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മറ്റൊരു സഹാബിക്കും പ്രസ്തുത വിവരങ്ങൾ ഇത്രയും വിശദമായി ഓർമ്മിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വിവാഹം എന്നാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ പത്നി ബീവി ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. നബിയുടെ ആദ്യത്തെ പത്നി ഖദീജ ബീവി. അവരെ വിവാഹം കഴിക്കുമ്പോൾ തിരുമേനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സും ഖദീജ ബീവിക്ക് 40 വയസ്സുമായിരുന്നു. 15 വയസ്സ് നബിയേക്കാൾ കൂടുതലായിരുന്നു ഖദീജ ബീവിക്ക്. അവരുടെ ദാമ്പത്യ ജീവിതം 25 വർഷം നീണ്ടുനിന്നു. പ്രവാചകത്വലബ്ധിയുടെ നുബുവത്ത് കിട്ടിയതിൻ്റെ 10-ാം വർഷം, ഹിജ്റയുടെ 3 വർഷം മുമ്പ് ഖദീജ ബീവി നിര്യാതയായി. ഖദീജ ബീവി ജീവിച്ചിരിക്കെ മറ്റൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടില്ല. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം തിരുമേനി, അപ്പം നബിക്ക് 50 വയസ്സായിരുന്നു. ഖദീജ ബീവി വഫാത്താണ സമയത്ത് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സായിരുന്നു. ഖദീജ ബീവിക്ക് വഫാത്തിൻ്റെ സമയത്ത് 65 വയസ്സായി. തൻ്റെ പ്രിയതമന് ശേഷം വന്ന ലോകത്തെ 2ാമത്തെ മുസ്ലിം ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു എന്നതിൽ നിന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ അവർക്കുള്ള സ്ഥാനം മനസ്സിലാക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ഏകാന്തതയുടെ അസ്വസ്ഥഭരിതമായ നാളുകളിലും വിപത്തുകളുടെ ഘോരപാതത്തിലും മർദ്ദനങ്ങളുടെ പേമാരിയിലും അപമാനത്തിൻ്റെ ഭാരത്തിലും പുണ്യശ്ലോകനായ പ്രാണനാഥൻ്റെ കൂടെ അവരുണ്ടായിരുന്നു. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ സ്നേഹിച്ച പോലെ ലോകത്തൊരു ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ സ്നേഹിച്ചിട്ടില്ല ഇത്രത്തോളം. കാരണം നബിക്കേറെ ബുദ്ധിമുട്ട് വന്ന സമയത്ത്, ശത്രുക്കൾ ഒന്നടങ്കം പുണ്യ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തിരിഞ്ഞിരുന്ന സമയത്താണ് അവർക്ക് ആശ്വാസമായി ഖദീജ ബീവി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. താങ്ങും തണലുമായി ഖദീജ ബീവി വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ദുഃഖിച്ചു. വളരെ എപ്പോഴും മൗനിയായിരുന്നു, എപ്പോഴും സങ്കടമായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും മറ്റു ഭാര്യമാരുടെ മുന്നിലൊക്കെ ഖദീജയെ പറ്റി പറയുമായിരുന്നു, ഖദീജയെ പറ്റി വിശദീകരിക്കുമായിരുന്നു, ഖദീജയുടെ മഹിമ പറയുമായിരുന്നു. ഖദീജയുടെ കുടുംബക്കാരൊക്കെ കണ്ട വലിയ സ്നേഹമായിരുന്നു. കൂട്ടുകാരികളെ കണ്ടാൽ
അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു. ഖദീജയോടുള്ള സ്നേഹം കൊണ്ടായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. ശക്തിയും ധൈര്യവും പകർന്നു കൊടുത്തു. സ്നേഹധനയായ ഇത്തരമൊരു സഹധർമ്മിണിയുടെ വിയോഗം തിരുമേനി അത്യധികം ദുഃഖത്തിലാഴ്ത്തിക്കളഞ്ഞു. അതുമൂലമുണ്ടായ ഏകാന്തതയുടെ ദുഃഖഭാരം നിമിത്തം ജീവിതം തന്നെ അതീവ ദുഷ്കരമായി അനുഭവപ്പെട്ടു. പുണ്യനബിക്ക് ജീവിതം ഇരുണ്ടുപോയി. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ആത്മസുഹൃത്തുക്കളെല്ലാം തിരുമേനിയുടെ കാര്യത്തിൽ ചിന്താകുലരായി. ഹിജ്റ 2-ാം വർഷം അന്തരിച്ച ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഭാര്യ ഖൗല ബിൻതു ഹകീം തിരുസന്നിധിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു വിവാഹം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തി. എത്ര കാലമാണ് ഇങ്ങനെ വിവാഹം ചെയ്യാതെ, ഇത്ര ദുഃഖിച്ച് സങ്കടപ്പെട്ട് നടക്കില്ല എന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ കൗലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, കൗല, ഞാൻ ആരെയാണ് വിവാഹം കഴിക്കാൻ എന്ന് തിരുമേനി ചോദിച്ചു. കൗല ഇപ്രകാരം പറഞ്ഞു, വിധവകളും കന്യകളുമായ സ്ത്രീകൾ ഇവിടെയുണ്ട്. അവിടുന്ന് ആരെ ഇഷ്ടപ്പെടുകയാണെങ്കിലും വിവാഹം സംബന്ധിച്ച് സംസാരിക്കാം. കൗല പറയാണ് നബിനോട്, വിധവകളുണ്ട്, വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ചവരോ ഭർത്താവ് മരണപ്പെട്ടവരോ ആയവരുണ്ട്, വിവാഹം കഴിക്കാത്ത കന്യകളായ സ്ത്രീകളുമുണ്ട്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അവർ വിവാഹം കഴിക്കുക. അപ്പൊ കൗലയോട് നബി ചോദിച്ചു, കൗല, ആരൊക്കെയാണത്? തിരുമേനി ചോദിക്കാം, ആരെല്ലാമാണ്? സമയുടെ മകൾ സൗദയാണ് വിധവ. കൗല പറഞ്ഞു, കന്യക അബൂബക്കറിന്റെ മകൾ റളിയല്ലാഹു അൻഹു മകൾ ആയിഷയാണ്. ആവട്ടെ, നീ ആലോചിക്കും. തിരുമേനി പറഞ്ഞു. റസൂലിന്റെ തൃപ്തി അറിഞ്ഞ കൗല ആദ്യമായി ഹസ്രത്ത് അബൂബക്കറിന്റെ വീട്ടിലാണ് ചെന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് ആദ്യമായി കൗല ചെല്ലുന്ന വിവാഹാലോചനയുമായി. അദ്ദേഹമായി അവർ പ്രശ്നം കൂടിയാലോചിച്ചു. രക്തബന്ധത്തിലുള്ള സഹോദര പുത്രിമാരെ പോലെ തന്നെ സ്നേഹബന്ധത്താൽ സഹോദരന്മാരായി തീർന്നിട്ടുള്ളവരുടെ പുത്രിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു അക്കാലത്ത് അറബികളുടെ വിശ്വാസം. അബൂബക്കർ റളിയല്ലാഹു അൻഹു സംശയം പ്രകടിപ്പിച്ചു. കൗല, ആയിഷ തിരുമേനിയുടെ സഹോദര പുത്രിയാണല്ലോ, തിരുമേനി അവളെ എങ്ങനെ വിവാഹം കഴിക്കും? കൗല ഉടനെ തിരുമേനിയെ സമീപിച്ച് പ്രശ്നം അവതരിപ്പിച്ചു. അവിടുന്ന് അരുളി, അബൂബക്കർ എൻ്റെ ദീനി സഹോദരനാണ്, കുടുംബ സഹോദരനല്ല, ദീനി സഹോദരനാണ്. അത്തരം സഹോദര പുത്രിമാരെ വിവാഹം ചെയ്യുന്നതിൽ വിലക്കൊന്നുമില്ല. ഈ വിവരമറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു. പക്ഷേ ഇതിനു മുമ്പ് ജുബൈർ ബിൻ മുത്തഇമിന്റെ മകനുമായി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വിവാഹാലോചന നടന്നിരുന്നു. അതിനാൽ അവരുമായി കൂടിയാലോചിക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു. അബൂബക്കർ ജുബൈറിനെ സമീപിച്ച് ചോദിച്ചു, താങ്കളുടെ മകനുമായി ആയിഷയ്ക്കൊരു വിവാഹാലോചന നടത്തിയിരുന്നുവല്ലോ, ഇപ്പോൾ എന്ത് പറയുന്നു? ജുബൈർ ഭാര്യയുടെ അഭിപ്രായമാരായി. ജുബൈർ ഭാര്യനോട് ചോദിച്ചു. അന്ന് ആ വീട്ടുകാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ജുബൈറിന്റെ ഭാര്യയ്ക്ക് ആ ബന്ധം ഇഷ്ടമായില്ല. അവർ പറഞ്ഞു, ആ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ കുട്ടി മതം മാറിയേക്കും, നമ്മുടെ കുട്ടി മതം മാറാൻ സാധ്യതയുണ്ട്, നമ്മുടെ മോൻ, അത് നമുക്ക് അംഗീകരിക്കാൻ വയ്യ. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന് തീരെ ചെറുപ്പമായിരുന്നു. ബാല്യസഹജമായ വികൃതികൾ മൂലം ചിലപ്പോൾ മാതാവിനെ ചൊടിപ്പിക്കുകയും അങ്ങനെ അവരുടെ ശിക്ഷയേൽക്കാൻ ഇടവരുകയും പതിവായിരുന്നു. ഈ സ്ഥിതി കണ്ട് നബിക്ക് വേദന തോന്നി. തിരുമേനി ഉമറുമാനോട് പറയും, എന്നെ ഓർത്തെങ്കിലും അവളെ ശിക്ഷിക്കാതിരിക്കുക. അവളുടെ കുസൃതി കാണിക്കുമ്പോൾ മാതാവായ ഉമറുമാൻ അടിക്കും. അപ്പോൾ നബിക്ക് വിഷമാവും. നബി പറയും, എന്നെ വിചാരിച്ചെങ്കിൽ അവളൊന്നും ചെയ്യാതിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അപ്പോൾ ആയിഷ വാതിലിൽ തലവെച്ച് കരയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഉമറുമാനോട് പറഞ്ഞിരുന്നു, ആയിഷയെ തല്ലരുത്, എന്നെ ഓർത്ത് വിഷമിപ്പിക്കരുത്. അപ്പോൾ വീണ്ടും നബി വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ കരയുന്ന രംഗാണ്, വാതിലിൽ തലവെച്ച് കരയുന്ന രംഗാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. നിങ്ങൾ എൻ്റെ വാക്കുകൾ ഒട്ടും ഗൗനിച്ചില്ലല്ലോ, എൻ്റെ വാക്കുകൾ വിലക്കെടുത്തില്ലല്ലോ, തിരുമേനി ഉമറുമാനോട് പറഞ്ഞു. അള്ളാന്റെ ദൂതരെ, ഉമറുമാൻ പറയാണ്, ഇവള് പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നെപ്പറ്റി ഏഷന് പറയണം. എന്ത് തന്നെയായാലും അവളെ ശിക്ഷിക്കരുത്. തിരുമേനിയുടെ പ്രതികരണം അതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹത്തിന് മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ പരാമർശമുണ്ട്. പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു സാധനം ഒരു മലക്ക് നബിയുടെ മുമ്പാകെ കൊണ്ടുവച്ചു. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിനോട് ചോദിച്ചു. താങ്കളുടെ പത്നി എന്നായിരുന്നു മലക്കിന്റെ മറുപടി. അവിടുന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ആ പട്ടിൽ പൊതിഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. വിവാഹം നടക്കുമ്പോൾ ആയിഷക്ക് 6 വയസ്സായിരുന്നു. ഈ പ്രായത്തിൽ നടന്ന വിവാഹത്തിന്റെ സാക്ഷാൽ ഉദ്ദേശം നുബൂവത്തിന്റെയും ഖിലാഫത്തിന്റെയും ഇടയിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. അറേബ്യയിലെ ഉഷ്ണകാലാവസ്ഥയിൽ സ്ത്രീകൾക്ക് സഹജമായി തന്നെ പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയും പുഷ്ടിയും ഉണ്ടായിരുന്നു. അന്നത്തെ സ്ത്രീകളൊക്കെ ചെറിയ പ്രായമാണെങ്കിലും അവർക്ക് വലിയ വളർച്ച, ശരീരപുഷ്ടി ഉണ്ടായിരുന്നു. അസാധാരണമായ ദിശനാശക്തിയും മാനസിക വികാസവും സിദ്ധിച്ച വ്യക്തികളുടെ ആകാര സൗഷ്ഠവും മികച്ചു നിൽക്കുമെന്ന സാധാരണ അനുഭവമുള്ള മറ്റൊരു വസ്തുതയാണ്. ഇതിന് ഇംഗ്ലീഷിൽ പ്രിക്കോഷ്യസ് എന്ന് പറയുന്നു. ഏതായാലും ഈ പ്രായത്തിൽ അവരെ നബി തിരുമേനി തൻ്റെ ദാമ്പത്യ പദത്തിൽ കൊണ്ടുവന്നത് തന്നെ മാനസികവും ശാരീരികവും ബുദ്ധിപരവുമായ വളർച്ചയുടെ ലക്ഷണങ്ങൾ തന്നെ അവരിൽ പ്രകടമായിരുന്നു അതെന്നതിൻ്റെ തെളിവത്ര. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹമൊക്കെ നബി വിവാഹം കഴിച്ചതിനൊക്കെ ചിലർ വിവാദപരമായ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് കാണാം. അന്നുള്ളവർക്കോ പരാതിയില്ല. നബിനെ എതിർത്തവർ, ഇസ്ലാമിനെ എതിർത്തവർ, നബിയെ കൊല്ലാൻ ശ്രമിച്ചവർ, സകലമായ അക്രമങ്ങളും പുണ്യ നബിയുടെ നേരെ അയച്ചു വിട്ടവർ, അവരൊരിക്കലും ഈ വിവാഹത്തെപ്പറ്റി ഓരോരുത്തരും പറഞ്ഞിട്ടില്ല. ശേഷ വിവാഹമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും അതൊന്നും നടക്കുന്ന സാധാരണ ഒരു ആചാരമായിരുന്നു. എല്ലാവരും ചെറിയ പ്രായത്തിൽ സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളതാണ്. അന്ന് അബൂബക്കറിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ എല്ലാം കുടുംബക്കാർക്കോ നബിയുടെ ശത്രുക്കൾക്ക് പോലും അന്നില്ലാത്ത പരാതിയാണ് ഇന്ന് പലരും ഉയർത്തുന്നത്. അപ്പം അതിൽ തന്നെ അടിസ്ഥാന വിരുദ്ധമാണത്, അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ലളിതമായ വിവാഹ ചടങ്ങുകളെ സംബന്ധിച്ച് ഹസ്രത്ത് അത്തിയ റളിയല്ലാഹു അൻഹ ഇപ്രകാരം വിവരിക്കുന്നു. ആയിഷ കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു. ആയിഷൻ്റെ വിവാഹം നടക്കുന്ന രംഗം നോക്കണം. ആ സമയം ആയിഷ റളിയല്ലാഹു അൻഹ കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്. 6 വയസ്സൊക്കെ എന്നൊക്കെ പറയുമ്പോൾ കളിപ്രായമാണ്. കുട്ടികളുടെ കൂടെ കളിക്കുകയായിരുന്നു. അപ്പം അവരുടെ വേലക്കാരി വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അബൂബക്കർ നിക്കാഹ് കഴിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ ലളിതമായ വിവാഹ ചടങ്ങ്. ഇതാണ് വിവാഹം. മുസ്ലിം സ്ത്രീ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രീതി. പക്ഷേ ഇന്ന് നമ്മുടെ വീടുകളിൽ സഹോദരിമാരുടെ വിവാഹ ചടങ്ങുകളിൽ ആർഭാടവും ദുർവ്യയത്വവും നിരർത്ഥകങ്ങളായ ആർഭാടങ്ങളുടെയും അനാചാരങ്ങളുടെയും ആചാരങ്ങളുടെയും സമാഹാരമായി മാറിയിരിക്കുന്നു. ലോകാനുഗ്രഹിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഈ ദുരാചാരങ്ങളെ നിഷേധിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ വിവാഹം നടന്നതായി കല്യാണ ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല. പുറത്തിറങ്ങുന്നത് മാതാവ് തടഞ്ഞപ്പോഴാണ് ഞാൻ സംഗതി മനസ്സിലാക്കിയത്. അന്ന് വരെ ഞാൻ എൻ്റെ വിവാഹം എന്നാണെന്ന് അറിഞ്ഞില്ല. പുറത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ട് മാതാവ് വീട്ടിൽ തടഞ്ഞു നിർത്തിയപ്പോഴാണ് ഇന്നെൻ്റെ വിവാഹമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. എൻ്റെ മാതാവ് തന്നെ എനിക്ക് ആ വിവരം മനസ്സിലാക്കി തരികയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷക്ക് 400 ദിർഹം മഹറാണ് നൽകിയത്. ഇബ്നു ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 400 ദിർഹമാണ് മഹർ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പത്നിമാരുടെയും മഹർ പൊതുവെ 500 ദിർഹമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് സഹീഹ് മുസ്ലിമിലുണ്ട്. തൻ്റെ മഹർ 500 ദിർഹമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് ഇബ്നു ഹസലിൻ്റെ മുസ്നദിലും കാണാം. 400 എന്നുണ്ട്, 500 എന്നും കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പത്നിമാർക്കും റസൂൽ മഹർ കൊടുത്തത് 500 ദിർഹമായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹറും 500 ദിർഹമായിരിക്കണം. മഹറിൻ്റെ അന്നത്തെ തോത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതിനോട് താരതമ്യപ്പെടുത്തുക. മഹർ കുറഞ്ഞാൽ തറവാട്ടിൻ്റെ കുറച്ചിലായി എന്ന് കരുതപ്പെടുന്നത്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തെക്കാൾ ഉയർന്നൊരു കുടുംബം ഇസ്ലാമിലേതാണുള്ളത്.
ഹസ്രത്ത് ആയിഷയേക്കാൾ ഔന്നിത്യം പ്രാപിച്ചൊരു സ്ത്രീരത്നം മറ്റാരാണുള്ളത്? ആയിഷയുടെ വിവാഹം ഹിജ്റയുടെ 2 വർഷം മുമ്പാണെന്നും 3 വർഷം മുമ്പാണെന്നും 2.5 വർഷം മുമ്പാണെന്നൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഖദീജ ബീവിയുടെ നിര്യാണം നടന്ന അതേ വർഷം തന്നെയാണെന്നതല്ല, അതിനുശേഷം 3 വർഷം കഴിഞ്ഞാണെന്നൊക്കെ റിപ്പോർട്ടുകളിലുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് എന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നുബുവത്തിന്റെ 10-ാം വർഷം ഹിജ്റയുടെ ഏതാണ്ട് 3 വർഷം മുമ്പ് റമദാനിൽ വഫാത്തായി. അതേ വർഷം 1 മാസം കഴിഞ്ഞ് ശവ്വാൽ ആയിഷ നബി വിവാഹം കഴിക്കുകയും ചെയ്തു എന്നും കാണാം. അന്ന് ആയിഷക്ക് 6 വയസ്സ് പ്രായമായിരുന്നതനുസരിച്ച് പ്രസ്താവിത 620 മെയ് ഹിജ്റയുടെ 3 വർഷം മുമ്പ് ശവ്വാലിലാണ് ആയിഷയുടെ വിവാഹം അന്ന് നടന്നിരുന്നെങ്കിലും 3 വർഷത്തിന് ശേഷം 9-ാം വയസ്സിലാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഉണ്ടായത്. ഹിജ്റ നബിയുടെ ആയിഷ ബീവി വിവാഹാനന്തരം ഏതാണ്ട് 3 വർഷത്തോളം മാതാപിതാക്കളുടെ വീട്ടിൽ തന്നെയായിരുന്നു ആയിഷ താമസിച്ചത്. 2 വർഷവും 3 മാസവും മക്കയിലും ഹിജ്റ കഴിഞ്ഞ് 8 മാസം മദീനയിലും. മുസ്ലിങ്ങൾ മക്ക വിട്ടു 2 പ്രാവശ്യം അന്യദേശത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ആദ്യം അബിസീനിയയിലേക്ക്, 2-ാം തവണ മദീനയിലേക്ക്. അബിസീനിയയിലേക്കുള്ള ഹിജ്റയിൽ പങ്കുകൊള്ളാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിരുന്നതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു.